എറണാകുളം കളമശ്ശേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. അമൽ സുരേന്ദ്രൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇതെങ്ങനെയാണ് അപകടം ഉണ്ടായത്? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരമാണ് അപകടമുണ്ടാകുന്നത്. കളമശ്ശേരിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡിനോട് ചേർന്നാണ് ഈ അപകടമുണ്ടാകുന്നത്. അതായത് ഒരു കാർ നേരെ ഈ അപകടം നടന്നതിന് തൊട്ട് എതിർവശത്തുള്ള വഴിയിലൂടെ വരുന്നതിനിടയിൽ ആ വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അതേ തുടർന്ന് ഡിവൈഡറിൽ തട്ടി ഈ വാഹനം അപ്പർ സൈഡിലുള്ള തൊട്ടടുത്തുള്ള വഴിയിലേക്ക് റോങ് സൈഡിൽ കയറി വരികയും തുടർന്ന് ഇതിന്റെ ഓപ്പോസിറ്റായി വന്ന മറ്റ് രണ്ട് വാഹനങ്ങളിൽ കൂട്ടിയിടിക്കുകയുമായിരുന്നു ഉണ്ടായത്. ഏതായാലും ഈ ഒരു വാഹനം മറ്റൊരു വാഹനത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു ഉണ്ടായത്. ഈ രണ്ട് വാഹനങ്ങളും കൂട്ടിയിടിച്ചതിന്റെ അടിയിലായിട്ട് ടൂ വീലറുകാരനും പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. നമുക്ക് ആ ബൈക്കിന്റെയൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അതീവ ഭയാനകമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. ഏതായാലും ആ ടൂ വീലർ യാത്രക്കാരന്റെ നില അല്പം ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ക്രെയിൻ വന്നുകൊണ്ട് വാഹനങ്ങൾ മാറ്റുകയാണ്. ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് സംജാതമായിട്ടുള്ളത്. വളരെ ഭീകരമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള നിരവധിയായ ആളുകളുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ അപകടം കണ്ടിരുന്നോ? ഇത് കണ്ടാണ്. ആ ബൈക്കാരനിക്ക് ഒരു തലക്ക് ഇച്ചിരി പരിക്കുന്നല്ലാതെ വേറെ അയാൾ തെറിച്ച് വീണിട്ട് ആ തെറിച്ച് വീഴുന്ന ആ റോഡിൽ തട്ടി ഉണ്ടായ അപകടമാണ്. അല്ലാതെ അയാൾ വണ്ടിന്റെ അടിയിലൊന്നും പോയില്ല. വണ്ടിന്റെ അടിയിൽ പോയാൽ അയാൾ പടിയായനെ. പിന്നെ വേറെ ആർക്കും കാറുകാരന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണോ? ഈ വണ്ടി അവിടെ നിന്ന് തിരിഞ്ഞു വന്ന വഴിക്ക് പിന്നെ മീഡിയത്തിൽ തട്ടി ഇപ്പുറത്തെ റോഡിലേക്ക്, അതായത് മീഡിയത്തിൽ തട്ടി റൈറ്റ് സൈഡിലേക്ക് വന്ന് ഈ വണ്ടിക്ക് ഇടിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഓട്ടോയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? ഓട്ടോ ഇല്ലല്ലോ. ഓട്ടോ ഉണ്ട്. ചെറിയൊരു പ്രശ്നമുള്ളൂ. പക്ഷേ 3-4 വണ്ടിക്കാണ് പ്രശ്നമുള്ളത്. ഉന്മേഷ്, നിലവിൽ 4 വണ്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഡ്രൈവർ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്തായിരുന്നു ഈ അപകടം? എങ്ങനെയാണ് സംഭവിച്ചത്? നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ വണ്ടിയുടെ മുമ്പിലായിരുന്നു ഈ വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ പെട്ടെന്ന് ഇടിച്ച് ഈ വണ്ടി ഇടിയുടെ ആക്കാതിൽ അങ്ങോട്ട് തള്ളിപ്പോയി. അത് കഴിഞ്ഞിട്ട് ബൈക്കിലും ഇടിച്ച് എൻ്റെ വണ്ടിയുടെ മേളിലേക്ക് വന്ന് വണ്ടി റേസ് ചെയ്ത് ഇടിച്ചങ്ങ് കയറി നിൽക്കുകയാണ് ചെയ്തത്. മേളിലേക്ക് കയറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ എതിരെ വന്ന ആ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദേഹാവസ്ഥയോ അങ്ങനെ ഇതിൽ? ഡ്രൈവർക്ക് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ചുറ്റും കൂടി അവരെ എടുക്കാൻ നേരത്ത് ആള് ബോധം കെട്ട് കിടക്കുമായിരുന്നു. അബോധാവസ്ഥയിലായിരുന്നു. അബോധാവസ്ഥയിൽ നിൽക്കുമായിരുന്നു. പൊക്കിയെടുത്താണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ വാഹനം എതിരെ വന്ന റോങ് സൈഡിൽ കയറി വന്ന വാഹനത്തിലുണ്ടായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർക്ക് ഉണ്ടായ ഒരു ദേഹാസ്വാസ്ഥ്യമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുവരെയും ഒരാളുടെ നില മാത്രമേ അതീവ ഗുരുതരമായിട്ടുള്ളൂ. അദ്ദേഹത്തെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ആളുകളുടെ ആരോഗ്യ നിലയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ എതിർവശത്ത് വന്ന കാർ ഓടിച്ചിരുന്ന ഡ്രൈവർക്കുണ്ടായ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ഇത്രയും വലിയൊരു അപകടം ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് സംജാതമായിട്ടുള്ളത്. കളമശ്ശേരി ടോഷിബ ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അപകടമുണ്ടായത്. നമുക്കറിയാം, വൈകുന്നേരങ്ങളിലെല്ലാം ജോലിയും കഴിഞ്ഞ് മറ്റും ആയിട്ട് ആളുകൾ വീട്ടിലേക്ക് പോകാൻ വളരെ വേഗത്തിലും മറ്റും ഈ വഴി പോകുന്നതാണ്. വലിയ തിരക്കാണ് ഈ സമയങ്ങളിലെല്ലാം ഇവിടെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയ്ക്കും ഒരു ടൂ വീലറിനും അടക്കം ഈ ഒരു അപകടത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആ ടൂ വീലറിന്റെ ഗതി കാണുമ്പോൾ തന്നെ ഈ അപകടത്തിന്റെ ഒരു വലിയ ചിത്രം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ ആളുകളെല്ലാം ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരെല്ലാം ഈ ഒരു അപകടം ഉണ്ടായതിന്റെ നടുക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആർക്കും ജീവന അപായം സംഭവിച്ചിട്ടില്ല ഇതുവരെയും. അത് ആശ്വാസകരമായിട്ടൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ ഒരു ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഗതാഗത കുരുക്ക് മാറ്റാനാണ് പോലീസും നാട്ടുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്രെയിൻ വന്നിട്ടുണ്ട്. ക്രെയിൻ ഇപ്പോൾ ഈ വാഹനങ്ങൾ റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇതിനുശേഷം മാത്രമേ വളരെ ദൂരത്തിലോളം ഈ ഒരു ഗതാഗത കുരുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഗതാഗത കുരുക്ക് പരിഹരിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. ഏതായാലും ആളുകൾ ഇവിടെ കൂടിയുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് സെമിനാരി വിദ്യാർത്ഥിയാണ് അപകടത്തിലുള്ളത്. ഓട്ടോയിലുണ്ടായിരുന്നത്. അപ്പൊ ഈ ഓട്ടോ ഏത് ഭാഗത്തു നിന്നാണ് വന്നത്? ഓട്ടോ കാക്കനാട് ഭാഗത്ത് നിന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് വരുമായിരുന്നു. അപ്പൊ ഈ ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് എന്തെങ്കിലും അപകടം? തലയൊന്ന് ഇടിച്ചിട്ടുണ്ട്, മുട്ടാലിന് പരിക്കുണ്ട്. ചേട്ടനായിരുന്നു ഓട്ടോ ഓടിച്ചത് അല്ലേ? കണ്ടിരുന്നോ ഈ വാഹനം വരുന്നത്? കണ്ടില്ല. ഇല്ല, ഞാൻ ഫ്രണ്ട് ബാക്കിൽ നിന്ന് വന്നാണ് ഈ വണ്ടി ഇടിച്ചത്.
അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പരിക്ക്? ഒന്ന് പരിക്കുണ്ട്, തലയും മൂക്കും പൊട്ടിയുണ്ട്. അവിടെ ആശുപത്രി കൊണ്ടുവയ്ക്കണം. ഒരു പറ്റിയാണെന്ന് അറിയാൻ പാടില്ല. സെമിനാരി വിദ്യാർത്ഥിയാണ്. അപ്പോൾ കളമശ്ശേരിയിലേക്ക് പോയതാണ് ആ പയ്യൻ. ഇപ്പോൾ ഈ ഒരു യാത്രക്കാരുമായി പോവുകയായിരുന്ന ഒരു ഓട്ടോയ്ക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷയാണ് ആദ്യം ഈ ഒരു കാറ്, ഇപ്പോൾ നമുക്കറിയാം ഈ ക്രെയിൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കാർ ആദ്യം ഒരു ഓട്ടോറിക്ഷനെയാണ് വന്നിടിച്ചത്. അതിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് പരിക്ക് പറ്റി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ട്. ഏതായാലും ഓട്ടോയുടെ ഡ്രൈവർക്ക് സാരമായ പരിക്കുകളൊന്നും ഇല്ല. അദ്ദേഹം ഇവിടെ ഉണ്ട്, ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാനുള്ള ശ്രമമാണ് പോലീസിന്റെയും നാട്ടുകാരുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഉന്മേഷ്, സീപോർട്ട് എയർപോർട്ട് റോഡിൽ കളമശ്ശേരിയിൽ തോഷിപ്പയ്ക്ക് അടുത്താണ് ഈ അപകടം ഉണ്ടായത്. 4 വാഹനങ്ങളാണ്. ഒരു വാഹനം മീഡിയന്റെ മുകളിലൂടെ ഇടിച്ചു കയറി മറുഭാഗത്തോടെ വന്ന വാഹനങ്ങളിലേക്ക് കയറുകയായിരുന്നു. ഓട്ടോയിൽ സഞ്ചരിച്ച ഒരു സെമിനാരി വിദ്യാർത്ഥിക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഗതാഗത തടസ്സമുണ്ട് റോഡിൽ. ഇപ്പോൾ ആ തടസ്സം നീക്കം ചെയ്യുകയാണ്. വലിയ ക്രെയിൻ എത്തിച്ച് റോഡിൽ കിടക്കുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. 4 വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അമൽ സുരേന്ദ്രനാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.